പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ കർത്താവിനെ വാഴ്ത്തുവാൻ, വർണ്ണിക്കുവാൻ ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ആ കാലങ്ങളെ ഒന്ന് ഉയർത്തി കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം അപ്പ, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ ഇന്ന് പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ, അത്ഭുതമായി നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. 140-ാം സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞു, അങ്ങ് എൻ്റെ ദൈവം, 6-ാമത്തെ വാക്യം, എന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു, യഹോവേ എൻ്റെ യാചനകളെ കേൾക്കണമേ. അതിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ, യഹോവേ പീഡിതൻ്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് ഞാൻ അറിയുന്നു. അത് നീതിമാന്മാർ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും, നേരുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ വസിക്കും. അപ്പം നീതിമാന്മാർ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തെ ഉയർത്തുമ്പോൾ, യേശുവിനെ ഉയർത്തുമ്പോൾ അവൻ്റെ മഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് ആ കരങ്ങളെ ഉയർത്തി അല്പസമയം കൂടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. പിതാവിന് സ്തോത്രം, പിതാവിന് നന്ദി, പിതാവിന് മഹത്വം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവേ, അങ്ങയുടെ മഹത്വം ഓരോ വ്യക്തികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഷോൾഡർ പെയിനായിട്ട്, ലെഫ്റ്റ് ഷോൾഡറിന് പെയിനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ഷോൾഡർ സ്റ്റിഫായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, അവൻ കൈ പൊക്കുവാനും താക്കുവാനും കഴിയുന്നില്ല, ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസികമായി ഭയങ്കര ക്ഷീണമായിരിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരാരുമില്ല. ചിലരുടെ ദേഹവിയോഗം, ചിലർ ആമേൻ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവരെ സമാധാനിപ്പിക്കണമേ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ. ഹല്ലേലൂയ. എല്ലാ ആ ഒറ്റപ്പെടലുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യഹോവ ആമേൻ 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 എവർ പ്രസൻസ് ആണല്ലോ അങ്ങയുടെ. ആ ദൈവ സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ. കർത്താവേ, അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ, അവർക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ പ്രഭാതം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കൊടുക്കണം. അതുകൂടാതെ കർത്താവെ, അവർ പഠിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന ശക്തി കൊടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, നല്ല കൂട്ടുകാരെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹവും തക്ക സമയത്ത് നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഫൈനാൻഷ്യൽ ബേർഡൻസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി ദൈവം അവർക്ക് വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി തീരണം കർത്താവെ. മിഡിൽ ഈസ്റ്റിൽ നിന്ന് നടക്കുന്ന സഭായോഗങ്ങൾ അനുഗ്രഹ സമ്പൂർണ്ണമായി തീരട്ടെ. മഹത്വം നിറഞ്ഞ സഭായോഗമായി തീരട്ടെ മിഡിൽ ഈസ്റ്റിൽ. കർത്താവിൻ്റെ നാമം ഉയരട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് 8 മണിക്കാണ്, ഇന്ത്യൻ സമയം 8 മണിക്കാണ് സഭായോഗം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും, അനുഗ്രഹ സമ്പൂർണ്ണമായി തീരും. അത് നന്മയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, തക്ക സമയത്ത് പങ്കെടുക്കുക. ദൈവം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവിടെ 6-ാം അധ്യായം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പ്രാക്ടിക്കൽ വിസ്ഡം എന്ന് വേണേൽ നമുക്ക് പറയാം. എഫേസ്യ ലേഖനം 4-5 അധ്യായങ്ങളിൽ ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ആമേൻ അതിൻ്റെ
10-ാമത്തെ വാക്യം എന്ന് പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. മറ്റൊന്നിലുമല്ല ദൈവത്തിൻ്റെ പൈതൽ ട്രസ്റ്റ് ചെയ്യേണ്ടത്, ശക്തി പ്രാപിക്കേണ്ടത് കർത്താവിൽ ശക്തിപ്പെടണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ആ ക്രിസ്തീയ ജീവിതം നമുക്ക് യഥാർത്ഥമായി നയിക്കണമെങ്കിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിനെന്ന് പറഞ്ഞ് പിശാചിനോടും പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നൽകി സർവായുധവർഗം ധരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോകാധിപതികളോടും സ്വർലോകങ്ങളിൽ ദുഷ്ടാത്മസേനയോടും അത്രേ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് സർവായുധവർഗമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ 18-ാമത്തെ വാക്യം പറഞ്ഞു, സകല പ്രാർത്ഥനയാലും. അപ്പം എല്ലാത്തിനും ആക്ടിവേഷൻ നടക്കുന്നത് പ്രാർത്ഥനയിലാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം മഹത്വപൂർണ്ണമാകുന്നത് അവൻ പ്രാർത്ഥിക്കുമ്പോഴാണ്. യേശു പർവ്വതത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ആശ്ചര്യപ്പെടത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മഹത്വം അവർ കാണുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്ന സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് പറയുന്നത്. എപ്പോഴും പ്രാർത്ഥന നമ്മളെ സജീവമാക്കിക്കൊണ്ടിരിക്കും. പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഓക്സിജൻ പോലെ, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പോലെ പ്രാർത്ഥന. എപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുന്നു അപ്പം കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതുപോലെ പ്രാർത്ഥന നിൽക്കരുത്. ഏത് നേരത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. രാവിലെ ഒരു പ്രാർത്ഥന, ഉച്ചയ്ക്ക് ഒരു പ്രാർത്ഥന, വൈകിട്ടൊരു പ്രാർത്ഥന, അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല ഇവിടെ ആഗ്രഹിക്കുന്നത്. ഏത് നേരത്തും പ്രാർത്ഥനയിൽ എപ്പോഴും കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതാണ് പാട്ടുകാരൻ പറയുന്നത്, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിൻ്റെ സഹായം നൽകണം. അതായത് യേശു ഏത് നേരത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് ആ യേശുവിനോട് ചോദിക്കുക, സഹായം തരണം. എന്തിനു വേണ്ടി? എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിത്തീരുവാൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രാർത്ഥന എപ്പോഴും ആക്റ്റീവായി സജീവമായി പ്രാർത്ഥനയിലുണ്ടാകും. പലവരെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും അറിയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ മനസ്സിലാക്കുന്നു, ദീർഘനേരം പ്രാർത്ഥിക്കുന്നവരാ കൂടുതലായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത്. ദീർഘനേരം പ്രാർത്ഥിക്കും. ഞാൻ പല ദൈവദാസന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. 30 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. 38 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം 16ഉം 17ഉം മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ടാകണം. ദീർഘനേരങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനോടുകൂടെ ഇരിക്കുന്നവരായിരിക്കണം. കുടുംബ പ്രാർത്ഥന നിശ്ചയമായി നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകണം. ആ കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിലേ കുടുംബത്തിൽ മഹത്വം ഇറങ്ങത്തുള്ളൂ, കുടുംബം അനുഗ്രഹമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം. ഞാൻ പ്രാർത്ഥിക്കും, ഏത് നേരത്തും ഞാൻ പ്രാർത്ഥിക്കും. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കുറയരുത്. പ്രാർത്ഥന ദിനം പ്രതി കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണല്ലോ, അത് വർദ്ധിച്ചു വരട്ടെ. അപ്പോൾ പലപ്പോഴും നമ്മളെല്ലാം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് നിർത്തുന്നവർ അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം കണ്ടോ, സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് പറയുക, സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി, അപ്പോസ്തലന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക, ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുത്തെ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുത്തെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൂടാതെ നിങ്ങൾക്കറിയാവുന്ന ദൈവമക്കൾക്ക് വേണ്ടിയും ദൈവദാസന്മാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനയിൽ രാവിലെ കുറച്ച് ഇന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്ക് കുറേ കഴിയുമ്പോൾ അടുത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥനയിൽ ശ്രദ്ധാലുക്കളായി തീരുക. പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മയായി മാറും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഏത് നേരത്തും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതുമാത്രമല്ല, എത്രമാത്രം സമയം പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്രയും സമയം പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കുകയും അസാധാരണമായി പ്രാർത്ഥിക്കുന്നവരാക്കി നിങ്ങളെ തീർക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇവർ പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ.
പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി തീരട്ടെ, പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരായി തീരട്ടെ. അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീരുവാൻ കർത്താവ് സഹായിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി പറയാം, അവൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. കർത്താവ് അവൻ്റെ നന്മ നമ്മളെ പിന്തുടരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥനയിൽ മുന്നേറുക. ദൈവം അനുഗ്രഹിക്കട്ടെ.